വ്യവസായി CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ചു. ഉത്തരവാദികൾ ആദായ നികുതി ഉദ്യോഗസ്ഥരെന്ന് കുടുംബം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വ്യവസായ രംഗങ്ങളിലെ പ്രമുഖ സ്ഥാപനമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനിടെ ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ED റെയ്ഡ് നടക്കുന്നുണ്ട്. എന്നാൽ സംഭവത്തിന് ഉത്തരവാദി ആദായ നികുതി ഉദ്യോഗസ്ഥരെന്ന് കുടുംബം ആരോപിച്ചു. ആർത്തവകാലത്തെ ആരോഗ്യം പെൺകുട്ടികളുടെ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണിതെന്ന് വ്യക്തമാക്കിയ കോടതി ആർത്തവ സമയത്ത് ആവശ്യമായ ആരോഗ്യ സുരക്ഷാ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ഓരോ പെൺകുട്ടിയുടെയും അവകാശമാണെന്നും ഓർമ്മിപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. നടിയെ ആക്രമിച്ച ദൃശ്യം പകർത്തിയെന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മെമ്മറി കാർഡ് കണ്ടെടുത്തത് ചട്ടങ്ങൾ പാലിക്കാതെയാണ്. തന്നെ കേസുമായി ബന്ധപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും ഹർജിയിൽ സുനിയുടെ വാദം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പിനിടയിൽ വില കുത്തനെ താഴേക്ക്. കഴിഞ്ഞ ദിവസം ജനുവരിയിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്കായ 1,31,160 രൂപയിലാണ് ഒരു പവന്റെ വില എത്തിയത്. എന്നാൽ വൈകിട്ട് വിലയിൽ ഇടിവുണ്ടായി. വൈകുന്നേരമായപ്പോഴേക്കും 800 രൂപ കുറഞ്ഞ് 1,30,360 രൂപയാണ് പവന് രേഖപ്പെടുത്തിയത്. നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത SIT. ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്നും പോറ്റി നിരവധി തവണ പൂജകൾക്കായി വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി. കട്ടിളപ്പാളി സ്മാർട്ട് ക്രിയേഷനിൽ പൂജിച്ചപ്പോഴും പോറ്റി വിളിച്ചപ്പോൾ പങ്കെടുത്തിരുന്നു. ലോകം കാത്തിരിക്കുന്ന ശൈത്യകാല ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ഇറ്റലി. ഫെബ്രുവരി 6 മിലാനിലെ വിഖ്യാതമായ സാൻ സിറോ സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ഗെയിംസിന് തുടക്കമാകും. 93 രാജ്യങ്ങളിൽ നിന്നായി 3500-ലധികം താരങ്ങളാണ് 16 കായിക വിഭാഗങ്ങളിലായി ഇത്തവണ മാറ്റൊരുക്കുന്നത്. ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും സംഘപരിവാർ ഭയപ്പെടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധിജിയെ വധിച്ചത് ഗോഡ്സെ എന്ന വ്യക്തിയല്ല, മറിച്ച് സംഘപരിവാർ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം വർഗീയ വിരുദ്ധ പോരാട്ടത്തിനുള്ള നിരന്തരമായ ആഹ്വാനമാണെന്നും ആ പോരാട്ടം ഏറ്റെടുത്ത ജനാധിപത്യ മതേതര ഇന്ത്യക്കായി മുന്നേറണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അസമിൽ 7 ജില്ലകളിലായി 64 ലക്ഷം നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ ഭരണകാലത്തിനിടെ അസമിലെ ജനസംഖ്യാശാസ്ത്രം മാറിയെന്ന് വാദിച്ച അമിത്ഷാ 64 ലക്ഷം നുഴഞ്ഞുകയറ്റക്കാർ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ PT ഉഷയുടെ ഭർത്താവ് V ശ്രീനിവാസൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. പയ്യോളിയിലെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വിജയ് നായകനാവുന്ന അവസാന ചിത്രം ജനനായകൻ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ നിർണായക നീക്കവുമായി സെൻസർ ബോർഡ്. സിനിമയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ തങ്ങളുടെ വാദം കേൾക്കാതെ ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്നാവശ്യപ്പെട്ട് CBFC സുപ്രീം കോടതിയിൽ കാവിയറ്റ് ഫയൽ ചെയ്തു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.